നിയതികൃതനിയമരഹിതാം ഹ്ലാദൈകമയീം അനന്യപരതന്ത്രാം നവരസരുചിരാം നിർമ്മിതിമാദധതി ഭാരതീ കവേർജയതി. എല്ലാവർക്കും നമസ്കാരം. ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല കൊയിലാണ്ടി പ്രാദേശിക കേന്ദ്രം മലയാള വിഭാഗം സംഘടിപ്പിക്കുന്ന വെബിനാർ 2020 എന്ന പരിപാടി ജൂൺ മാസം 25 മുതൽ 29 വരെയുള്ള തീയതികളിൽ നടന്നു വരികയാണ്. ആദരണീയനായ ഡോക്ടർ സി രാജേന്ദ്രനാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ക്ലാസ് മുറികളിൽ സാധാരണയായി നടന്നു വരുന്ന ബോധന രീതിക്ക് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് ഈ വെബിനാർ പ്രയോജനപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദീർഘകാലത്തെ അധ്യാപന അനുഭവത്തിൽ നിന്ന് നാം അവതരിപ്പിക്കുന്ന വിഷയവുമായി വിദ്യാർത്ഥികളോട് പലതരത്തിലുള്ള സംവാദങ്ങൾ രൂപപ്പെടുന്നുണ്ട്. അതിലൂടെ നാം അവതരിപ്പിക്കുന്ന വിഷയങ്ങൾക്ക് നൈസർഗികമായ ഒരു പശ്ചാത്തലം രൂപപ്പെടാറുണ്ട്. എന്നാൽ വെബിനാർ പോലുള്ള ഇത്തരം പരിപാടികളിൽ നമുക്കൊരു കൃത്രിമത്വം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ഒന്ന്, വളരെ ചെറിയ സമയം കൊണ്ട്, ചുരുങ്ങിയ സമയം കൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടി വരുന്നു എന്നത്. രണ്ടാമത്, നാം അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന പഠിതാക്കളുമായി സംവദിക്കുമ്പോഴുണ്ടാകുന്ന അനർഗളതയ്ക്ക് തടസ്സം വരുന്നു എന്നത്. ഇത്തരം പ്രയാസങ്ങളെ മറികടന്നുകൊണ്ട് ശ്രോതാക്കളും സഹൃദയരും ഈ പരിപാടിയെ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് കവി, കാവ്യം എന്ന വിഷയമാണ്. ഒരു നിർവചനത്തിൻ്റെ മതിൽക്കെട്ടിൽ കവി ഒതുങ്ങുകയില്ല. എല്ലാവരുടെയും അഭിരുചി ഒന്നുപോലല്ലല്ലോ. അഭിരുചി പ്രതിജന ഭിന്നമാണ്. സൗന്ദര്യബോധം പ്രതിജന ഭിന്നമാണ്. ജീവിത ദർശനത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള അഭിരുചി അഥവാ സൗന്ദര്യബോധം രൂപപ്പെടുന്നത്. ജീവിത വീക്ഷണം മാറുന്നതിനനുസരിച്ച് അഭിരുചിയും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ കവിയെക്കുറിച്ചുള്ള നിർവചനങ്ങളും നിരീക്ഷണങ്ങളും നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓരോരുത്തരുടെയും പ്രപഞ്ചവീക്ഷണവും പ്രത്യയശാസ്ത്രവും ചേർന്ന് രൂപപ്പെടുന്ന സൗന്ദര്യ ബോധത്തിനനുസരിച്ച് കവിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും ഭിന്നമായിരിക്കും. അതുകൊണ്ട് കവി ആര് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം ഇല്ല. പലരാൽ പല കാലഘട്ടങ്ങളിൽ രൂപപ്പെടുത്തിയെടുത്ത നിർവചനങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചു നോക്കാം. അതിനുള്ള ശ്രമമാണ് ഇവിടെ നടത്തുന്നത്. ഭാഷ എന്ന മാധ്യമം ഉപയോഗിച്ച് നടത്തുന്ന സർഗാത്മക രചനയ്ക്ക് സാഹിത്യമെന്ന് പറയുന്നു. എല്ലാ സാഹിത്യകാരന്മാരും കവികളല്ല. സാഹിത്യത്തിന്
തരതമ ഭേദങ്ങളുണ്ടല്ലോ. ഗദ്യം, പദ്യം, മിശ്രം, ഇങ്ങനെ, അഥവാ ദൃശ്യം, ശ്രവ്യം എന്ന് മറ്റൊരു തരത്തിൽ. ഇക്കൂട്ടത്തിൽ പദ്യസാഹിത്യകാരൻ മാത്രമാണ് ഇന്ന് കവി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ വൃത്താത്മക സാഹിത്യം രചിക്കുന്നവനെ ഇന്ന് കവിയാകുന്നുള്ളൂ. സംസ്കൃത സാഹിത്യശാസ്ത്രം അനുസന്ധാനം ചെയ്തു വരുന്ന ഒരാൾ എന്ന നിലയിൽ ഞാൻ പരിചയിച്ചിട്ടുള്ള കാവ്യശാസ്ത്രങ്ങളിൽ ഇത്തരം ഒരു സങ്കുചിതാർത്ഥം കവി എന്ന വാക്കിനില്ല എന്ന് തന്നെ പറയാം. രൂപമാതൃക ഏതായാലും സാഹിത്യം രചിക്കുന്ന ആളെയാണ് ഇവിടെ കവി എന്ന് വിളിക്കുന്നത്. നോക്കൂ, ഭാസന്റെ രചനകൾ മുഴുവൻ രൂപകങ്ങളല്ലേ? എന്നാൽ ഭാസൻ മഹാകവിയാണ്. കാദംബരിയും ഹർഷചരിതവും മധുരോദാരമായ ഗദ്യകൃതികളാണ്. അവ എഴുതിയ ബാണഭട്ടൻ മഹാകവിയാണ്. കാളിദാസൻ മഹാകാവ്യങ്ങൾ മാത്രമല്ല, നാടകങ്ങളും എഴുതി. അദ്ദേഹവും നമുക്ക് മഹാകവിയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഭാരതീയ കാവ്യശാസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന സംസ്കൃത കാവ്യശാസ്ത്രത്തിൽ കവി എന്നാൽ സാഹിത്യകാരൻ എന്നാണ് വിവക്ഷ. അപ്പോൾ സാഹിത്യകാരൻ എന്ന വിപുലമായ ഒരർത്ഥത്തിലാണ് കവി എന്ന പദം പ്രചാരത്തിലിരുന്നതെന്ന് നമുക്ക് സ്വീകരിക്കാം. അതായത് കാവ്യശാസ്ത്രത്തിൽ കവി സാഹിത്യകാരനാണ്. അപ്പോൾ മറ്റൊരു കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് കേട്ടോ. സാഹിത്യം എന്ന പദം AD 8-ാം നൂറ്റാണ്ടിലാണ് പ്രയോഗിച്ചു തുടങ്ങുന്നത്. ശ്രീമാൻ PV കാനിയുടെ ഹിസ്റ്ററി ഓഫ് സാൻസ്ക്രിറ്റ് പോയറ്റിക്സ് എന്ന കൃതി ഇത് സ്ഥാപിക്കുന്നതായി കാണാം. അവിടെ ഇപ്രകാരം പറയുന്നു: Therefore, the use of the word Sahitya arose probably after the 7th or 8th century AD. പിന്നെയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കും. എനിക്ക് തോന്നുന്നത് ഒരു 2 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് സാഹിത്യം എന്ന പദത്തിന് സാർവത്രികമായ പ്രചാരം ഉണ്ടാകാൻ തുടങ്ങിയത്. സാഹിത്യത്തിനു പകരം കവിതയും കവിത്വവും കാവ്യവുമായിരുന്നു പ്രചാരത്തിലുണ്ടായിരുന്നത്. കവിതയും കവിത്വവും കാവ്യവും രചിക്കുന്നവർ കവികളായി. സാഹിത്യം എന്ന പദം പ്രചാരം നേടാത്തതുകൊണ്ട് തന്നെ ഭാരതീയ കാവ്യശാസ്ത്രങ്ങളിൽ സാഹിത്യകാരനും ഇല്ലാതെ പോയി. അപ്പോൾ കവി എന്നാൽ സാഹിത്യകാരൻ എന്ന വിപുലമായ അർത്ഥം കാവ്യശാസ്ത്രത്തിൽ സ്വീകരിക്കപ്പെട്ടു എന്നർത്ഥം. അതുകൊണ്ട് തന്നെ കാവ്യശാസ്ത്രത്തിൽ കവി സാഹിത്യകാരനാണ്. ഇനി നമുക്ക് വളരെ പിറകോട്ട് പോയാൽ, അതായത് ഋഗ്വേദത്തിലെ 1-ാം മണ്ഡലത്തിൽ 1-ാം അനുവാകത്തിൽ കവി ശബ്ദം പ്രയോഗിച്ചതായി കാണാം. നമുക്ക് വള്ളത്തോളിൻ്റെ തർജ്ജിമ സ്വീകരിച്ചാൽ അതിപ്രകാരമാണ്: അഗ്നി ഹോതാവതിതരാം ചിത്രകീർത്തി കവിക്രതു എന്നാണ്. ഇവിടെ സാഹിത്യകാരനെന്നോ വൃത്താത്മക സാഹിത്യം രചിക്കുന്ന ആളെന്നോ കവിശബ്ദത്തിന് അർത്ഥമില്ല. ഋഗ്വേദത്തിൽ
വേദമന്ത്രഗായകൻ, സൂര്യൻ, അഗ്നി, സോമൻ, ഇങ്ങനെ വിവിധ അർത്ഥങ്ങളിൽ കവിശബ്ദം പ്രയോഗിച്ചിട്ടുള്ളതായും നമുക്ക് കാണാം. പറഞ്ഞു വന്നത്, പണ്ഡിത മതമനുസരിച്ച് കവിശബ്ദം ആദ്യമായി പ്രയോഗിച്ച് കാണുന്നത് ഋഗ്വേദത്തിലെ 1-ാം മണ്ഡലത്തിൽ 1-ാം അനുവാകത്തിലാണ് എന്നാണ്. ഇത് സ്വീകരിച്ചാൽ കവിശബ്ദത്തിൻ്റെ പുരാതനത്വം നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ വേദങ്ങളിൽ കവിശബ്ദം പ്രയോഗിച്ചിരിക്കുന്നു, വിവിധാർത്ഥങ്ങളിൽ കവിശബ്ദം പ്രയോഗിച്ചിരിക്കുന്നു. തുടർന്ന് ഉപനിഷത്തുക്കൾ, പുരാണങ്ങൾ, മഹാഭാരതം, അതുപോലെ വിവിധ കോശഗ്രന്ഥങ്ങൾ, ഇവിടങ്ങളിലൊക്കെ വിവിധ അർത്ഥത്തിലാണ് കവിശബ്ദം പ്രയോഗിച്ച് കാണുന്നത്. അവിടങ്ങളിലൊന്നും സാഹിത്യകാരൻ എന്ന അർത്ഥം കവിപദത്തിന് ഇല്ല. ഇനി നമുക്ക് നോക്കേണ്ടത് ധാത്തു അർത്ഥം സ്വീകരിച്ചാൽ കവിശബ്ദത്തിന് എന്തായിരിക്കും അർത്ഥമെന്ന് നോക്കാം. ധാത്വർത്ഥമനുസരിച്ച് വർണ്ണിക്കുന്നവൻ എന്നാണ് കവിപദത്തിന് അർത്ഥം. വർണ്ണിക്കുന്നവൻ കവി. അത് കവു എന്നൊരു ധാതുവുണ്ട്. വർണ്ണിക്കുക എന്നാണ് അതിനർത്ഥം. കവതേ വർണ്ണയതി ഇതി കവി എന്ന് നമുക്ക് അർത്ഥം കിട്ടും. ഇത് രാജശേഖരൻ്റെ കാവ്യമീമാംസ എന്ന ഗ്രന്ഥത്തിൽ നിഷ്പാദിപ്പിച്ചതായി നമുക്ക് കാണാം. ധാത്വർത്ഥത്തിൽ നിന്ന് കവിശബ്ദം നിഷ്പാദിപ്പിച്ചതായി നമുക്ക് കാണാം. കേട്ടു നോക്കൂ. കവിശബ്ദശ്ച കവു വർണ്ണേ ഇത്യസ്യ ധാതോ കാവ്യകർമ്മണോ രൂപം എന്നാണ്. രാജശേഖരൻ്റെ കാവ്യമീമാംസയിൽ കവതേ വർണ്ണയതി ഇതി കവി എന്നല്ലേ അർത്ഥം കിട്ടുക. അപ്പോൾ വർണ്ണിക്കുന്നവൻ കവി എന്നർത്ഥം കിട്ടും. പക്ഷേ വ്യാകരണ പണ്ഡിതർ ഇത് അംഗീകരിക്കില്ല കേട്ടോ. അവർക്ക് കുങ് എന്നൊരു ധാതുവുണ്ട്. കുങ് ധാതു. അതിന് ശബ്ദിക്കുക എന്നാണ് അർത്ഥം. കുങ് ധാതുവിന് ശബ്ദിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ശബ്ദിക്കുന്നവൻ കവി അല്ലേ? ശബ്ദിക്കുന്നവൻ കവി എന്നർത്ഥം കിട്ടുമല്ലോ. അപ്പോൾ കുങ് ധാതുവിൽ നിന്ന് കവി എന്ന രൂപം ഉണ്ടാവും. അതായത് കൗതി ശബ്ദയതി ഇതി കവി. അപ്പോൾ ശബ്ദിക്കുന്നവൻ കവി. കവിയോട് കർമാർത്ഥത്തിൽ ഷ്യഞ്ഞ് എന്നൊരു പ്രത്യയം ചേർത്താൽ കിട്ടുന്ന രൂപമാണ് കാവ്യം. ഇങ്ങനെയാണ് കാവ്യശബ്ദം വ്യാകരണമനുസരിച്ച് നിഷ്പാദിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് കവിശബ്ദത്തിൻ്റെ അർത്ഥം? കവേ കർമ്മ കാവ്യം. കവേ കർമ്മ കാവ്യം. അങ്ങനെ സാഹിത്യശാസ്ത്രം കവിയുടെ കർമ്മത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നർത്ഥം. അപ്പോൾ സാഹിത്യകാരൻ കാവ്യശാസ്ത്രത്തിൻ്റെ ദൃഷ്ടിയിൽ അപ്രധാനനായി. സാഹിത്യകാരനില്ല. കാവ്യം അഥവാ സാഹിത്യമായി കാവ്യശാസ്ത്രത്തിൻ്റെ ചർച്ചാ വിഷയം. സംസ്കൃതത്തിലെ കാവ്യശാസ്ത്രങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാവ്യപ്രയോജനം, കാവ്യകാരണം, കാവ്യലക്ഷണം, കാവ്യവിഭജനം, ഇങ്ങനെ
ഒട്ടേറെ സൂക്ഷ്മാംശങ്ങളിലേക്ക് കാവ്യശാസ്ത്രകാരന്മാർ അന്വേഷണം നടത്തുന്നതായി നമുക്ക് കാണാം. കാവ്യപ്രയോജനമുണ്ട്, കാവ്യകാരണമുണ്ട്, കാവ്യലക്ഷണമുണ്ട്, കാവ്യവിഭജനമുണ്ട്. കാവ്യശാസ്ത്രകാരന്മാർ കവിയുടെ കർമ്മം കാവ്യം എന്ന അർത്ഥത്തിലൂന്നി കവേഹി കർമ്മ കാവ്യം എന്ന അർത്ഥത്തിൽ നിന്ന് കാവ്യത്തിൻ്റെ വിവിധ വശങ്ങളിലേക്ക് ഉള്ള സൂക്ഷ്മമായ അന്വേഷണങ്ങൾ നടത്താൻ ആരംഭിച്ചു. ഇനി ഭട്ടതൗദൻ എന്നൊരു ആചാര്യനെ പരിചയപ്പെടുത്തി നമുക്ക് ഈ വിഷയം ഉപസംഹരിക്കേണ്ടതുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാവ്യപ്രയോജനം, കാവ്യകാരണം, കാവ്യലക്ഷണം തുടങ്ങിയ വിഷയങ്ങളൊക്കെ വിശദമായി മറ്റൊരു തരത്തിൽ പ്രതിപാദിക്കേണ്ടതാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. നമുക്കിനി ഭട്ടതൗദൻ എന്നൊരു ആചാര്യനെ പരിചയപ്പെടാം. അഭിനവ് ഗുപ്തൻ്റെ നാട്യശാസ്ത്ര ഗുരുവായിരുന്നു ഭട്ടതൗദൻ. അദ്ദേഹത്തിൻ്റെ കാവ്യകൗതുകം എന്നൊരു കൃതി ഉണ്ട്. ആ കൃതി നഷ്ടപ്പെട്ടുപോയി. എന്നാൽ ആ കൃതിയിലെ വളരെ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ പ്രത്യേകിച്ചും അഭിനവ് ഭാരതിയിലും ലോചനത്തിലും ഉദാഹരണങ്ങളായി സ്വീകരിച്ചിട്ടുണ്ട്. കാവ്യകൗതുകത്തിൽ കവി ഋഷിയായിരിക്കണം എന്ന് നിരീക്ഷിക്കുന്നു. കവി ഋഷിയായിരിക്കണം. ഇതൊക്കെ വിസ്തരിച്ച് പറയേണ്ട കാര്യങ്ങളാണ്. ആദികവിയായ വാൽമീകി മുതൽ വ്യാസൻ മുതൽ ഉള്ള കവികളിൽ പ്രധാനപ്പെട്ടവരെല്ലാവരും തന്നെ, പ്രമുഖരായ എല്ലാവരും തന്നെ ഋഷിതുല്യരായിരുന്നു. കാവ്യശാസ്ത്രകാരന്മാർ, ഇപ്പോൾ ഭരതമുനിയൊക്കെ ഋഷിയായിരുന്നു. ഋഷി ശബ്ദത്തിനൊക്കെ പലതരത്തിലുള്ള അർത്ഥങ്ങൾ, പല അർത്ഥങ്ങളുണ്ട്. അതൊന്നും വിശദീകരിക്കാൻ നമുക്കിവിടെ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇത് ഉപസംഹരിക്കാം. ഭട്ടതൗദൻ കവി ഋഷിയായിരിക്കണം എന്ന് നിരീക്ഷിക്കുന്നു. അനന്തവിസ്തൃതമായ ജീവിത ദർശനം ആവിഷ്കരിക്കാൻ കഴിയുന്നവനാണത്രേ കവി. കുറച്ച് വലിയൊരു കാരികയായതുകൊണ്ട് നമുക്കതിവിടെ പറയുന്നില്ല. നാനൃഷി കവിരിത്യുക്തം എന്ന് തുടങ്ങുന്ന ഒരു ലക്ഷണകാരികയുണ്ട്. ആ ലക്ഷണകാരികയിൽ അദ്ദേഹം ആദികവിയായ വാൽമീകിയുടെ പേരെടുത്ത് അനുസ്മരിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ സംഗ്രഹിച്ചാൽ അഗാധമായ ജീവിതാവബോധവും അഴകുറ്റ അവതരണ ഭംഗിയും അനുരഞ്ജിക്കുന്നതാണ് സാഹിത്യം, കാവ്യം. വാൽമീകിയും വ്യാസനും കാളിദാസനും അങ്ങനെ നീണ്ട കവിപരമ്പര ഉണ്ടായി. എന്തെങ്കിലും എഴുതി കൂട്ടാനായിരുന്നില്ല അവർക്ക് താല്പര്യം. എന്തെഴുതണമെന്നും എന്തിനെഴുതണമെന്നും എങ്ങനെ എഴുതണമെന്നും അറിയാൻ അവർ ജീവിതം വിനിയോഗിച്ചു. ആത്മാവിൽ പ്രപഞ്ചാവബോധം ആവാഹിച്ച് നിറയ്ക്കാനായിരുന്നു അവരുടെ ശ്രമം. അനന്തവിസ്തൃതമായ ഒരു പ്രപഞ്ചമാണ് സാഹിത്യം. അതിൻ്റെ സ്രഷ്ടാവാണ് കവി. കവിയുടെ അഭിരുചിക്കൊത്ത് ഈ പ്രപഞ്ചം രൂപാന്തരപ്പെടുന്നു. ആനന്ദവർദ്ധനൻ്റെ ധ്വന്യാലോകത്തിലെ 3-ാം ഉദ്യോഗത്തിൽ പ്രതിപാദിക്കുന്ന ഈ ആശയം അപാരേ കാവ്യസംസാരേ കവിരേവ പ്രജാപതി, അപാരേ കാവ്യസംസാരേ കവിരേവ പ്രജാപതി, യഥാസ്മൈ രോചത്തെ വിശ്വം തഥേദം പരിവർത്തതേ, ശൃംഗാരി ചേത് കവി കാവ്യേ ജാതം രസമയം ജഗത് സയേവ
വീതരാഗച്ചേത് നീരസം സർവമേവ തത്. ഭാവാൻ അചേതനാനപി ചേതനവത് ചേതനാൻ അചേതനവത് വ്യവഹാരേതി യഥേഷ്ടം സുകവി കാവ്യേ സ്വതന്ത്രതയാ.